ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ദ കിസ്സിംഗ് ഹാൻഡ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ഗസ്സിംഗ് ഗെയിം എന്നുള്ളതാണ്. ഗെയിം ഗസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ഈ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ ചില വേർഡ്സ് പിക്ക് ചെയ്യണം, ചൂസ് ചെയ്യണം. അതിനെ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കുകയും വേണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീഡ് ആണെങ്കിൽ റീഡ് എന്ന ഒരു വേർഡ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കണം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. എന്നിട്ട് നിങ്ങൾ എന്താണോ ആക്ഷൻ കാണിക്കുന്നത് ആ ആക്ഷനിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആ വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ് ദേ വിൽ ബി ദ വിന്നർ. അങ്ങനെ അവർക്ക് ആ വേർഡ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരാണ് വിന്നർ. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ് യു വിൽ ബി ദ വിന്നർ. ഇനി ആ ഫ്രണ്ട്സുകൾക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും വിന്നർ. മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി, ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ഫ്രണ്ട്സുമായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കുക. ഇനി സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി ഹാവിൻറ്റ് യു. നിങ്ങൾ ഈ സ്റ്റോറി വായിച്ച് എൻജോയ് ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ചെയ്തു അല്ലേ? നമുക്കിഷ്ടമായി, നല്ല സ്റ്റോറി ആയിരുന്നു. ചെസ്റ്റർ അക്കോൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിംഗ്. ഈ ചെസ്റ്റർ അക്കോണിനെ കുറിച്ചിട്ട് നമുക്കറിയാം അല്ലേ? ചെസ്റ്റർ അക്കോൺ ഓരോ സമയത്തും ഓരോ ഫീലിങ്സ് ആണ് ഉണ്ടായിരുന്നത്. സം ഓഫ് ഹിസ് ഫീലിംഗ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. കോളം എയിൽ ചില ഫീലിങ്സുകൾ തന്നിട്ടുണ്ട്. മാച്ച് ദം വിത്ത് ദ സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി. കോളം ബിയിലെ ഇമോജിയുമായിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വരക്കാനാണ്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോളം എ നോക്കൂ, ചെസ്റ്റേഴ്സ് ഫീലിങ്സ്. കോളം ബി എന്ന് പറയുന്നത് ഇമോജി. ഒന്നാമത്തെ ഫീലിംഗ് എന്ന് പറയുന്നത് വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. അവനക്ക് ന്യൂ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ എന്തായിരിക്കും? ഹാപ്പി ആണോ എന്താണെങ്കിൽ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഏതാണ് കറക്റ്റ് ഇമോജി? സെക്കൻഡ് വരുന്ന ഇമോജിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് വൺ ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അവനക്ക് പുതിയ കുട്ടികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒരു ഫിയർ, ഒരു പേടി തോന്നിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഇമോജി ഫസ്റ്റ് വൺ ആണ്. ഇനി തേർഡ് ഫീലിംഗ് എന്ന് പറയുന്നത് വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. മദർ പറയാണ് നീ സ്കൂളിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കമ്പൽ ചെയ്യാണ്. അപ്പോൾ അവൻ്റെ ഫീലിംഗ് എന്തായിരിക്കും? ലാസ്റ്റ് കാണുന്ന അല്ലേ, ആംഗ്രി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അവനക്ക് അവൻ്റെ അമ്മയുടെ കിസ് കിട്ടിയപ്പോൾ അവനക്ക് എന്താണ്? ഹാപ്പിയാണ് വിത്ത് ലവ്. അപ്പോൾ അവിടെ മൂന്നാമത് വരുന്ന ഇമോജിയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള ഇമോജി എന്ന് നോക്കിയിട്ട് അത് കൊടുക്കുകയാണ് നിങ്ങൾ വേണ്ടത്. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. ആർട്ട് ഗാലറിയാണ്. ആർട്ട് ഗാലറിയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദ കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് നിങ്ങളെ കൈ വെച്ച് അതൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഓക്കെ, ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലൗഡ് വൺസ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള മമ്മിക്കോ ആർക്കെങ്കിലും നിങ്ങൾ എഴുതുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളവിടെ എഴുതുക. കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. എന്നിട്ട് അതിന് ശേഷം ആ ഒരു പേപ്പറിന്, ആ ഒരു നിങ്ങളുടെ ഹാൻഡിനെ ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി, ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യുകയോ കളർ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. എന്നിട്ട് ഇത് ക്ലാസ് റൂമിലെ എക്സിബിഷന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഫോർത്ത് ആക്ടിവിറ്റി നോക്കാം. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. താഴെ നമുക്ക് ഈ സ്റ്റോറിയിലെ കുറേ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. എങ്ങനെ തന്നിട്ടുള്ളത്? ജംബിൾഡ് ഓർഡർ ആണല്ലേ. ജംബിൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ അല്ല. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ തന്നിട്ടുള്ള ഈ സ്പേസിൽ നിങ്ങൾ അതൊന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുകയാണ്. ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഫസ്റ്റ് വരുന്നത് ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ പറഞ്ഞു അവൻ്റെ അമ്മയോട് എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു. അതാണ് ആദ്യം വരുന്നത്, ഫസ്റ്റ് ഇവൻറ്റ്. ദെൻ സെക്കൻഡ് വൺ മിസ്സിസ് റെക്കോൺ said
ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. എന്താണ് ഫസ്റ്റ് പോയിന്റ് ആണ് രണ്ടാമതായിട്ട് വരുന്നത്. മിസ്സിസ് റക്കൂൺ പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് ഒരു സീക്രട്ട് ഉണ്ട്, അത് ഞാൻ നീയുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി തേർഡ് പോയിന്റ് വരുന്നത് മിസ്സിസ് റക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അവൻ്റെ കയ്യിൽ ഉള്ളം കയ്യിൽ ഒരു കിസ് കൊടുത്തു. അതാണ് തേർഡ് വരുന്ന പോയിന്റ്. ഫോർത്ത് വൺ, ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്ററും അതുപോലെ അവൻ്റെ അമ്മയുടെ കൈ എടുത്തിട്ട് കിസ് കൊടുത്തു എന്നുള്ളതാണ്. ലാസ്റ്റ് വരുന്നത് ചെസ്റ്റർ ഡാൻസ്ഡ് ടു ഹിസ് സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. എന്താണ് ചെസ്റ്റർ സ്കൂളിലേക്ക് ഡാൻസ് ചെയ്തുകൊണ്ട് പോയി, അവൻ്റെ അമ്മ അത് വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഓർഡറിലായിട്ട് ഇവിടെ താഴെ നിങ്ങൾ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി നമ്പർ 5 നോക്കാം. ചെസ്റ്റർ റക്കൂൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റക്കൂൺസിന് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു അല്ലേ, നമുക്കറിയാം. എന്നിട്ട് ഹിസ് മദർ കമ്പൽസ് ഹിം. പക്ഷെ അവൻ്റെ മദർ അവനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കമ്പൽ ചെയ്യുകയാണ്, പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കമ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. is a part of the conversation that takes place between them. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. എന്താണ് നമ്മളത് ആ കോൺവെർസേഷൻ സംഭാഷണം കംപ്ലീറ്റ് ചെയ്യുകയും വേണം. നിങ്ങളിത് ക്ലാസ്സിൽ റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അഭിനയിച്ച് കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കോൺവെർസേഷൻ നോക്കാം. നല്ല ഭംഗിയുള്ള പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ചെസ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ് ചെസ്റ്റർ പറയുന്നത്? എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറയും. അപ്പോൾ മദർ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? വൈ ആർ യു സെയിങ് ദാറ്റ്? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? വൈ ആർ യു സെയിങ് ദാറ്റ്? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ചെസ്റ്റർ പറയും, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എന്താണ്, എനിക്ക് നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ നിൽക്കണം, എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കണം എന്ന് പറയാണ്. അപ്പോൾ മദർ പറയും, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ. നിനക്ക് സ്കൂളിൽ നിന്നും പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. ചെസ്റ്റർ പറയാണ്, നോ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. പ്ലീസ് മേ ഐ സ്റ്റേ വിത്ത് യു. എന്താണ്, എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ ഒന്നും വേണ്ട, എനിക്കിവിടെ എൻ്റെ ടോയ്സുമായിട്ട് കളിച്ചാൽ മതി, ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അമ്മയോട്. അപ്പോൾ മദർ പറയും, നോ, യു കാണ്ട്, പറ്റില്ല. ഇഫ് യു ആർ സ്റ്റേയിങ് ഹിയർ ഹൗ ക്യാൻ യു സ്റ്റഡി? നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നീ എങ്ങനെയാ പിന്നെ പഠിക്കുക എന്ന് ചോദിക്കുകയാണ് അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എങ്ങനെയാണ് നീ പഠിക്കുക എന്ന് ചോദിക്കുകയാണ്. ചെസ്റ്റർ പറയും, ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ് നോ മാറ്റർ വാട്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ്, ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ്. ഞാൻ എൻ്റെ ബുക്കിൽ നിന്നെല്ലാം പഠിച്ചോളാം. നോ മാറ്റർ വാട്ട്, അതൊരു പ്രശ്നമേ അല്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട. മദർ പറയും, സംടൈംസ് യു ഹാവ് ടു ഡു തിങ്സ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു ഡു. എന്താണ്, ചില സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും, ശരിയാണല്ലേ. അപ്പോൾ ബട്ട് ഐ ആം ഷുവർ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. നീ സ്കൂളിൽ ഒരു തവണ പോയി കഴിഞ്ഞാൽ നിനക്കത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം എന്നും കൂടെ അമ്മ പറയാണ്. ചെസ്റ്റർ പറയും, ഐ ആം അഫ്രൈഡ് ടു ലീവ് ഹോം വിതൗട്ട് യു മദർ. പക്ഷേ ഞാൻ വീട്ടിൽ നിന്നും നിങ്ങളില്ലാതെ, മദർ ഇല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് വളരെയധികം പേടിയാണ് എന്ന് പറയാണ്. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ സ്കെയർഡ്, പേടിയാണ്. മദർ പറയും, വെൽ ലെറ്റ് മീ ടെൽ യു എ സീക്രട്ട് ദാറ്റ് ക്യാൻ മേക്ക് യു ഓവർകം യുവർ ഫിയർ. ഓക്കെ, ഞാൻ നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ ഒരു ഫിയറൊക്കെ ഓവർകം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മദറും ചെസ്റ്ററും തമ്മിൽ നടക്കാനിടയുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ ഐഡിയയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാവുന്നതാണ്. അതുപോലെ ഇത് റോൾ പ്ലേ നടത്തുകയും ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 6 നോക്കാം. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. എന്താണ്, ചെസ്റ്ററും മദറും കൂടെ സ്കൂളിലെ ഓഫീസിലേക്ക് എത്തി. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. അങ്ങനെ ചെസ്റ്റർ ചുറ്റും നോക്കി. ഹിയർ ഈസ് വാട്ട് ഹി സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. അങ്ങനെ ഇതാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് നമ്മൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ABC സ്കൂൾ എന്നാണ്. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഉണ്ട്, അതുപോലെ അവിടുത്തെ സ്റ്റാഫ് ഉണ്ട്, പിയൂൺ ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. സ്കൂൾസ് ഹെഡ് മാസ്റ്റർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. എന്താണ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഒരു ചെയറിൽ ഇരിക്കുകയാണ്. ആൻ അസിസ്റ്റന്റ് ഈസ് ഓൾസോ ദർ ടു ഹെൽപ്പ് ഹെഡ് മാസ്റ്റർ. ഒരു അസിസ്റ്റന്റ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
തിങ്സ് ഇൻ ദ ടേബിൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഈസ് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്. ഹെഡ് മാസ്റ്ററിൻ്റെ ടേബിളിലുള്ള എല്ലാ തിങ്സും എല്ലാ സാധനങ്ങളും നന്നായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എ ഡസ്റ്റ്ബിൻ ഈസ് ലൊക്കേറ്റഡ് നിയർ ദ ടേബിൾ. ആ ടേബിളിൻ്റെ അടുത്തായിട്ട് ഒരു ഡസ്റ്റ്ബിന് കാണാൻ കഴിയുന്നുണ്ട്. ദർ ആർ 2 ടീച്ചേഴ്സ് ഇൻ ദ ഓഫീസ്. 2 ടീച്ചേഴ്സ് ആ ഓഫീസിൽ ഉണ്ട്. വൺ ഓഫ് ദ ടീച്ചേഴ്സ് ഈസ് റീഡിംഗ് ബുക്സ് ആൻഡ് അതർ വൺ ഈസ് സിറ്റിംഗ് നിയർ ടു ഹിം. ഒരു ടീച്ചർ ബുക്സ് ഒക്കെ ഇരുന്ന് വായിക്കുകയാണ്, അടുത്ത ആള് അയാളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ദർ ആർ ബുക്സ് ഓൺ ദ ടേബിൾ വിച്ച് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന്റെ ഫ്രണ്ടിലായിട്ട് കുറേ ബുക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എ ടീച്ചർ ഈസ് ടീച്ചിങ് ബിഹൈൻഡ് ദ ഡോർ ഓഫ് ദ ഓഫീസ്. ഓഫീസിന്റെ പിറകിലുള്ള ഡോറിലായിട്ട് ഒരു ടീച്ചർ ടീച്ച് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് വേണമെങ്കിൽ സ്കൂളിൻ്റെ പേരും ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 7 ആണ്. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. അങ്ങനെ ചെസ്റ്റർ ക്ലാസ്സിലേക്ക് വന്നു, ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരുന്നു. ഓക്കെ, ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. അങ്ങനെ ടീച്ചർ വന്ന് ടീച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ടീച്ചറുടെ പേരും കാര്യങ്ങളൊക്കെ പറയാണ്. ഷീ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ്. അങ്ങനെ ടീച്ചർ എല്ലാ കുട്ടികളോടും അവരുടെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു. ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. അങ്ങനെ ചെസ്റ്റർ നിന്നിട്ട് ചെസ്റ്ററിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അങ്ങനെ ഇവിടെ താഴെ തന്നിട്ടുള്ളത് നമ്മുടെ ചെസ്റ്ററിന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ എം ചെസ്റ്റർ റക്കൂൺ, ഐ എം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റക്കൂൺ, മൈ മദർ ഈസ് ജെൽസ റക്കൂൺ. എൻ്റെ അച്ഛൻ മിസ്റ്റർ റക്കൂണും എൻ്റെ അമ്മ എന്ന് പറയുന്നത് ചെൽസ റക്കൂണുമാണ്. ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ പാരൻസിന് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് റൺ ചെയ്യാനും ജമ്പ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് ഇവിടുന്ന് ഒരുപാട് ഫ്രണ്ട്സ് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റക്കൂണിൻ്റെ ചെസ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്. ഈ ക്ലാസ്സിൽ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? എങ്ങനെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? യു മേ റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ തന്നിട്ടുള്ള സ്പേസിൽ നിങ്ങൾ അത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് പറയണം നമ്മൾ? ഫസ്റ്റ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയാം അല്ലേ? ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് അല്ലേ? മൈ നെയിം ഈസ്, ഇവിടെ ടീന എന്നാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. മൈ നെയിം ഈസ് ടീന, ഐ എം ഫ്രം ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് ഒക്കെ കൊടുക്കാം കേട്ടോ. മൈ ഫാദർ ഈസ് മിസ്റ്റർ സുഭാഷ്. എൻ്റെ ഫാദർ സുഭാഷ് ആണ്. മൈ മദർ ഈസ് രേഷ്മ, ഐ ലവ് മൈ പാരൻസ്, ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഓക്കെ, ദ സെയിം നമ്മുടെ റെക്കോർഡ് പറഞ്ഞ പോലെ തന്നെ പറയാം, പക്ഷെ പേരുകളും മറ്റും മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 8 ആണ്. വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റീച്ച് സ്കൂൾ. ചെസ്റ്ററും മദറും കൂടെ സ്കൂളിലെത്തിയപ്പോൾ ദേ ഹാപ്പൻ ടു സീ എ നോട്ടീസ് ബോർഡ്. അവർ അവിടെ ഒരു നോട്ടീസ് ബോർഡ് കാണുകയാണ് ചെയ്യുന്നത്. ലെറ്റ്സ് റീഡ് ദ നോട്ടീസ്. ഇതാണ് നോട്ടീസ് ബോർഡ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഉള്ളത്? ഡൂസും ഡോൺസും ആണല്ലേ, നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്ത കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഡൂസ് എന്നുള്ളിടത്ത് അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി. നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം, എന്നും സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരണം. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പാലിക്കണം. കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം. കറക്റ്റ് സമയത്ത് തന്നെ അസൈൻമെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. സ്കൂളിൽ കറക്റ്റ് സമയത്ത് എത്തണം. കീപ് ദ സ്കൂൾ ക്ലീൻ. സ്കൂൾ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുകയും വേണം. ഇനി ഡോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി. രാവിലത്തെ അസംബ്ലി സ്കിപ്പ് ചെയ്യരുത്. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺ കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് എ അബ്യൂസീവ് ലാംഗ്വേജ്. നിങ്ങൾ റഷായിട്ടുള്ള ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി ഒന്നും സ്കൂളിലെ സാധനങ്ങളൊന്നും ഡാമേജ് ആക്കരുത്, കേടുവരുത്തരുത്. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമിസസ് ഒന്നും തെറ്റിക്കാൻ പാടില്ല. സ്കൂളിൽ ഓരോ റൂൾസ് ഉണ്ടായിരിക്കും, അതൊന്നും തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കൂളിൽ കണ്ട നോട്ടീസ് ബോർഡ് എന്ന് പറയുന്നത്. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്. ഒരു ടീച്ചർ ഒരു ദിവസം ലീവാണെന്ന് നിങ്ങൾ ചിന്തിക്കുക.
Write down the do's and don'ts to be observed in your class in the absence of the teacher. അപ്പോൾ ടീച്ചർ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ആ ക്ലാസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡൂസ് എന്നുള്ളിടത്ത് ഒന്ന് കൊടുത്തിട്ടുണ്ട്, എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുക. ഇനി എന്ത് ചെയ്യാം? ഡിസ്കസ് അബൌട്ട് ചാപ്റ്റേഴ്സ് വിത്ത് യുവർ ഫ്രണ്ട്സുമായിട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. കംപ്ലീറ്റ് നോട്ട്, റീഡ് ബുക്സ്, ഹെൽപ്പ് ഫ്രണ്ട്സ് ഇൻ സ്റ്റഡിങ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി ഡോൺസോ, നമ്മൾ ചെയ്യേണ്ടാത്തതോ, ഡോൺ ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. ബാക്കിയുള്ള ക്ലാസ്സിലൊന്നും ശല്യം ഉണ്ടാക്കരുത്. ഡോൺ മേക്ക് നോയ്സ് ഉണ്ടാക്കരുത്. ഡോൺ പ്ലേ ഇൻ ദ ക്ലാസ്, നിങ്ങൾ ക്ലാസ്സിൽ കളിക്കരുത്. ഡോൺ ടോക്ക് അൺനെസസറി തിങ് ഇൻ ക്ലാസ്, എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യരുത്. ഡോൺ ബ്രേക്ക് സ്കൂൾ പ്രോപ്പർട്ടീസ് ഒന്നും കേടുവരുത്തരുത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൂസും ഡോൺസും ആയിട്ട് എഴുതാം. ഓക്കെ, സാധാരണ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാതിരിക്കേണ്ടത് എന്ന് നമുക്കറിയുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 9 ആണ്. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. താഴെ തന്നിട്ടുള്ളത് സ്റ്റോറിയിലെ കുറച്ച് സെന്റൻസ് ആണ്. അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാനാണ്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, അവിടെ വിത്ത് ആണ് എന്ത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഐ വാണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്, എനിക്ക് ഊഞ്ഞാല് ആടണം, അവിടെ ഓൺ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. ഇനി ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, അവിടെ ടു ആണ്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്, അടുത്തത് ഫ്രം ആണ്. അപ്പം അണ്ടർലൈൻ ചെയ്തത് ഏതൊക്കെയാണെന്ന് പറയാം. വിത്ത്, ഓൺ, ടു, ഫ്രം, ഇതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. ഇതുപോലെയുള്ള കുറച്ച് നിങ്ങൾ നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പറയാം, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, അവിടെ എന്താണ് ടു ആണല്ലേ. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. അതുപോലെ ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ, ഫ്രം, ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ, അവിടെ രണ്ടിടത്തും ഫ്രം വരുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. നൗ ഹി ന്യൂ മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെന്റ്, അവിടെ ഏതാണ് വരുന്നത്? ഗോ എന്ന് വരുന്നുണ്ട് അല്ലേ. അടുത്തതായിട്ട് ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് എഗ്രിൻഡ്, അവിടെ ടു എന്ന് വരുന്നുണ്ട്. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്, അവിടെയും ടു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകളൊക്കെ നിങ്ങളുടെ സ്റ്റോറിയിലുള്ളതാണ്. നിങ്ങൾക്ക് ഇനിയും സെൻറ്റൻസുകൾ വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 10 ആണ്. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. ഇവിടെ റക്കൂണും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. റീഡ് ആൻഡ് അപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്, അവിടെ കുറച്ച് മിസ്സിംഗ് വേർഡ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് റീഡ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് വേർഡ്സ്? വിത്ത്, ടു, ഫ്രം, ഇൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? ടീച്ചർ പറയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നിന്റെ പേരൊന്ന് പറയാമോ എന്ന് പറയാണ്. അപ്പോൾ ചെസ്റ്റർ പറയാണ് ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റക്കൂൺ. ടീച്ചർ, വേർ ആർ യു ഫ്രം, നീ എവിടുന്നാ വരുന്നത്? അപ്പോൾ ഐ ആം ഡാഷ് ദ ഫോറസ്റ്റ്. അപ്പോൾ അവിടെ എന്താ ചേർക്കേണ്ടത്? നമ്മളൊരു സ്ഥലത്ത് നിന്ന് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഫ്രം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ദെൻ വെൽ വാട്ട് യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്, എന്തായിരിക്കും അവിടെ? വാട്ട് ഡു യു ലൈക്ക് ടു ഡു, നിനക്ക് എന്ത് ചെയ്യാനാണ് ഫോറസ്റ്റിൽ ഇഷ്ടം അല്ലേ. അപ്പോൾ ഇവിടെ ഇൽ എന്ന് വരണമെങ്കിൽ ഇൻ എന്ന് ചേർക്കണം. വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്? ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. എനിക്ക് എന്താണ് മരത്തിൻ്റെ പുറകിൽ നിന്നിട്ടെല്ലാം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. ഇത് ഭയങ്കര ഫണ്ണാണല്ലോ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്, നിനക്ക് ഏത് ഗെയിമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. എന്താണ് അവിടെ എന്തായിരിക്കും? ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നുള്ളത് നമ്മൾ വിത്ത് എന്നാണ് ഉപയോഗിക്കാറ്. അപ്പോൾ വീണ്ടും ടീച്ചർ ചോദിക്കുകയാണ് ദാറ്റ് ഈസ് ഗ്രേറ്റ് ചെസ്റ്റർ, വെൻ വിൽ യു ഗോ ഡാഷ് യുവർ ഹൗസ്. എന്തായിരിക്കും? അവിടെ ചോദിക്കേണ്ടത് വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്, എപ്പോഴാണ് നീ വീട്ടിലേക്ക് പോകുന്നത്? ചെസ്റ്റർ പറയും വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. ഞാൻ 3 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകും. ടീച്ചർ പറയാണ് ഓക്കെ താങ്ക്സ്, വി വിൽ മീറ്റ് അഗെയിൻ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറയാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഒന്നാമത് വരുന്നത് ഏതാണ്? ഐ ആം ഫ്രം ആണ്. ഓക്കെ, ഐ ആം ഫ്രം. രണ്ടാമതായിട്ട് വരുന്നത് ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്. ഓക്കെ, ഇൻ ദ ഫോറസ്റ്റ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഐ ലൈക്ക് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. അടുത്തതായിട്ട് വരുന്നത് യു ഗോ ടു യുവർ ഹൗസ്. ഓക്കെ, അപ്പോൾ ഫ്രം, ഇന്നി, വിത്ത്, ടു, ഇത്രയും മിസ്സിംഗ് വേർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ആക്ടിവിറ്റി നമ്പർ 11 നോക്കാം. ദ ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് ഐനു. താഴെ തന്നിട്ടുള്ളത് ഐനുവിൻ്റെ ഒരു ഡയറിയാണ്. ഓക്കെ, ദർ ആർ സം എറേഴ്സ്. കുറച്ച് എറേഴ്സ് അവിടെയുണ്ട്. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. നമ്മൾ വായിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. അവിടെ ഐ എന്നുള്ളത് എന്താണ്? ക്യാപിറ്റലാണ് എഴുതേണ്ടത്. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ അല്ല. എന്താണ്? വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെയാണ്. കൂടെ സ്റ്റോർ ഉണ്ടാവോ? ഇല്ല. ടു എ സ്റ്റോർ. അപ്പോൾ അവിടെ ടു എന്ന് എഴുതണം. ബൈ സം ഫ്രൂട്ട്സ്. I saw a big orange to the shelf and decided to buy it. I saw a big orange. എന്താണ് അവിടെ? എവിടെയാണ്? ടു ദ ഷെൽഫ് ആണോ? അല്ല, ഷെൽഫിൽ ആണ്. അപ്പോൾ ഇൻ ദ ഷെൽഫ്. ഓക്കെ, ഇനി ഐ മെറ്റ് മൈ ഫ്രണ്ട്സ് ഓൺ ദാറ്റ് സ്റ്റോർ. അവിടെ എന്താ വേണ്ടത്? ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ. ഓക്കെ, ആ സ്റ്റോറിൽ വെച്ചിട്ട്. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പ്രാങ്ക് ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹെർ. അവിടെ മൈ എന്നുള്ളത് എം ക്യാപിറ്റൽ ആയിരിക്കണം. ദെൻ മീ ടു ഗോ ബൈ ദ പാർക്ക് എന്നല്ല, അവിടെ എന്താണ്? ടു ദ പാർക്ക് എന്നാണ് വരേണ്ടത്. ഐ വെൻറ്റ് ഫ്രം ഹെർ അല്ല, ഐ വെൻറ്റ് വിത്ത് ഹെർ ആണ്. ഇനി വി സാറ്റ്. വി സാറ്റ് എന്നുള്ളിടത്ത് വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരിക്കണം. വി സാറ്റ് അറ്റ് ദ ബെഞ്ച് ആണോ? നോ, ഓൺ ദ ബെഞ്ച് ആണ്. ബെഞ്ചിന് മുകളിലാണ്. on the bench and ate the orange together. I threw. I എന്നുള്ളത് ക്യാപിറ്റൽ ആയിരിക്കണം. I threw the orange peel with the garbage, not with the garbage, in the garbage. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി നമ്പർ 12 ആണ്. റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻടു 2. ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് വായിച്ച് അതിനെ രണ്ടാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഇത് വൺ സെൻറ്റൻസ് ആണ്. അതിനെങ്ങനെ എഴുതാം? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. ദെൻ നെക്സ്റ്റ് വൺ, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നെക്സ്റ്റ് വൺ, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അവിടെ എങ്ങനെ എഴുതാം? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. ഓക്കെ, എന്നിട്ട് ആൻഡ് എന്നുള്ളത് എഴുതണ്ട, അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വീണ്ടും എഴുതുക. യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്. ഓക്കെ, നെക്സ്റ്റ്, she took Chester's hand and carefully wrapped his fingers. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? she took Chester's hand. എന്നിട്ട് അടുത്ത സെൻറ്റൻസ് ആയിട്ട് she carefully wrapped his fingers. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് എഴുതേണ്ടത്. ഒരു സെൻറ്റൻസിനെ രണ്ടെണ്ണാവുക. വളരെ സിമ്പിളാണ്. ആൻഡ് എഴുതാതെ രണ്ടും രണ്ട് സെൻറ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇനി അടുത്തത്, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ്. താഴെയുള്ള പാസേജ് വായിച്ച് അതിനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ അതൊന്ന് കൂട്ടുകാരെ എഴുതി നോക്കുക. ഇതെല്ലാം പറഞ്ഞു തന്നില്ല എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. അപ്പോൾ അതുപോലെ കൂട്ടുകാരൊന്ന് എഴുതി നോക്കുക. ലാസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 13 ആണ്. ഷാൾ വി പ്ലേ വിത്ത് വേർഡ്സ്. നമുക്ക് വേർഡ്സ് കൊണ്ട് കളിച്ചാലോ? കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ക്ലൂ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ക്ലൂ ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇവിടെയാണ്, ഈ ഒരു ബോക്സിലാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നത്. എന്താ സാധനം? സ്വിങ് ആണ്. 5 ലെറ്റേഴ്സ് ആണ് സ്വിങ്. SWING, സ്വിങ്. ഫിഫ്ത്ത് വൺ, ടു റൺ ഓർ മൂവ് ക്വിക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. അതാണ് സ്കാമ്പർ എന്ന് പറയുന്നത്. സ്കാമ്പർ, SCAMPER. ഓക്കെ, നെക്സ്റ്റ്, ഗിവൺ എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്. അതിന് നമ്മൾ കോസി എന്ന് പറയും. കോസി, COSY. ഇനി ഡൗൺ എന്തൊക്കെയാണ്? ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. അത് അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ റാപ്പ് ചെയ്യുക എന്നാണ് പറയാം. WRAP. ഇനി റബ് സംതിങ് ജെന്റ്ലി വിത്ത് ദ നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. നമ്മൾ ഒരു അഫെക്ഷനോട് കൂടി നമ്മുടെ നോസിലൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതിന് പറയുന്നതാണ് നമ്മൾ
nuzzle. Okay, NUZZLE. ഇനി ഫോർത്ത് വൺ ഫ്രൈറ്റനിങ്, കോസിങ് ഫിയർ. എന്താണ്? ഒന്നിനോടുള്ള പേടി. അതിനൊക്കെ നമ്മൾ സ്കെയറി എന്നും പറയാറുണ്ട്. സ്കെയറി, SCARY. ലാസ്റ്റ് വൺ, ആൻ ഒബ്ജെക്ട് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്. അവർക്ക് കളിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റിനെ പറയുന്നതാണ് ടോയ്, TOY. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ഓഫ് ആയിരിക്കും. അപ്പോൾ വേറെ ഏതെങ്കിലും വീഡിയോ നോക്കി അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.